ഹലോ ഗേസ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഞാൻ ഇന്ന് വന്നത് തനി നാടൻ മത്തി മുളകിടുന്ന റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടാവും. ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഒന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഇതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ 2 ചെറിയ തക്കാളി, 5 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത്, നെടുകെ കീറിയെടുത്തത്, പിന്നെ ഇത്രയും പുളിയെടുത്ത്. പുളിയിൽ നമ്മൾ തക്കാളി മുറിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഞെരടി കൊടുക്കുക. എന്നാലും എന്ത് ചെയ്യുക, പുളീൻ്റെ ആ പുളി രസം ഫുള്ളായിട്ടും നമുക്ക് കിട്ടും. അപ്പം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഈ കറി ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് ഇതിൻ്റെ പിന്നെ ബാക്കി വരുന്ന ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിക്കന് ഈ കലത്തിൽ ചോറിട്ടിട്ട് പെരക്കി അങ്ങനെ തിന്നാൻ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 2 തക്കാളി എടുത്തപ്പോൾ ഇത് പോരാന്നൊന്ന് തോന്നി. കാരണം കുറച്ച് 500 മത്തിൻ്റെ കൂടുതൽ മത്തി ഉണ്ട്, അതുകൊണ്ട് ചെറിയ മത്തി കേട്ടോ. അപ്പോൾ 3 ചെറിയ തക്കാളിയാണ് എടുത്തത്. ഇതുപോലെ മുറിച്ചിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. ഇതുപോലെ. ഇല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ മുന്തിച്ച് ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കും കറി ആയിക്കഴിഞ്ഞാൽ. പിന്നെ പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞിട്ട് നെടുകെ ഒന്ന് കീറിയതാണ് കേട്ടോ. പിന്നെ ചതച്ചതല്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ ചതച്ചിട്ട് ഇടാം കേട്ടോ, അങ്ങനെയും കറി ഉണ്ടാക്കാം. പക്ഷേ ഇത് ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഇതിലേക്ക് 3.5 ടീസ്പൂണ് മുളക് പൊടി, 3.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണും പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനെന്ന് പറയുമ്പോൾ ഒരൊത്തതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ. അപ്പോൾ പുളി 2-3 പ്രാവശ്യമായിട്ട് വെള്ളമൊഴിച്ച് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. എന്നിട്ട് ഗ്യാസുമ്മൽ ഒന്ന് വെച്ച് തീ ഒന്ന് ഓണാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് കല ഒന്ന് കയ്യിൽ പിടിച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പം എന്താവും, മീനിൻ്റെ മേലേക്ക് ഇതിൻ്റെ മസാലകളെല്ലാം പിടിച്ച് വരും. പിന്നെ ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മീനിനെ വേദനിപ്പിക്കാതെ, മീൻ അടിഞ്ഞു പോകരുത്. എന്നിട്ടൊരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഹൈ ഫ്ലെയിമിലൊന്ന് ഇതൊന്ന് പാകാവട്ടെ. അപ്പോൾ ഇത് റെഡിയായിട്ടോ. റെഡിയായി അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടാകുമ്പോൾ 1 ടീസ്പൂണ് ഉലുവ ഇട്ട്, ഉലുവ ഒന്ന് കരിഞ്ഞു പോകരുത്, അപ്പോൾ കറീൻ്റെ ടേസ്റ്റ് മാറും. ഈ ഒരു പാകമാകുമ്പോൾ മീനിൻ്റെ അകത്തേക്ക് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ കറി റെഡിയായി. ഇത്രയാണ് മീൻ മുളകിട്ടതിനുള്ള പണിയുള്ളൂ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.